ഇതെന്താ നിങ്ങൾക്ക് എസ്കോർട്ടൊക്കെ ഉണ്ടോ? എസ്കോർട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാലോ? ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സൊമാലിയയിലേക്ക് ചാണകം കയറ്റിക്കൊണ്ടുപോയ കപ്പലിൽ കയറി കാനഡയിലെത്തിയതാണ് ഇദ്ദേഹം. വീടെവിടെയാണ് എന്ന ചോദ്യത്തിന് മൂക്കിലിട്ട വിരൽ വിദൂരതയിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു ബ്ലാത്താങ്കര കലിങ്കിനടുത്താണെന്ന്. കൃത്യനിഷ്ഠതയോടുകൂടിയ ലൈൻ ട്രാഫിക് സംവിധാനം മനസ്സിലാക്കിയ സ്പൾബർ റോഡിലെ സമാധാനം, ക്ഷമ എന്നിവ ആസ്പദമാക്കി തങ്കച്ചേട്ടന്റെ വണ്ടി എന്നൊരു പുസ്തകം രചിച്ചു. മാലക്കണ്ണ് കാരണം സിഗ്നൽ ലൈറ്റിന്റെ നിറം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന സ്പൾബർക്ക് റോഡിലൂടെ കടന്നു പോകുന്ന മറ്റു പല നിറങ്ങളും വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. സുന്ദരിമാരെ നോക്കി നോളിട്ടാ. ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ വരും. നിങ്ങളെ പെണ്ണുങ്ങളാരെ കാണും. ഹെവി ഡ്രൈവിംഗിൽ പ്രാവീണ്യം നേടിയ ഇദ്ദേഹത്തിന് പാർക്കിങ്ങിനുള്ള കനേഡിയൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടത്രേ. അത്ഭുതമെന്ന് പറയട്ടെ, സ്പൾബറുടെ കാറിലെ ശൗചാലയ സംവിധാനം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണവായുധ പ്രയോഗവും മേഘവിസ്ഫോടനങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതിന്റെ ഉള്ളിലാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. തീർത്തും ശാന്തപരമായ സ്പൾബറുടെ ഡ്രൈവിംഗിനിടെ കണ്ണു തുറന്നു വച്ച് തന്നെ ഏറെ നേരം ഉറങ്ങാൻ സാധിച്ചു. ഒടുവിൽ മണകുണാഞ്ചൻ സ്പൾബർ വാഹനം ഓടിച്ചു കയറ്റിയത് സായിപ്പിന്റെ അടുക്കളയിലേക്കായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കുടിയേറി പാർത്ത ഏതോ സായിപ്പാണെന്ന് തോന്നുന്നു. മരിച്ചുപോയ വല്യമ്മച്ചി വരെ ഉയർത്തെഴുന്നേൽക്കും വിധം പുളിച്ച തെറി, കറിച്ചട്ടിയും കണവത്തോരനും നഷ്ടപ്പെട്ട് കലിതുള്ളി നിന്ന സായിപ്പിനോടായി സ്പൾബർ പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാകുമെന്ന്. ഇത് കേട്ട ഉടൻ പന്നിയെ കൊല്ലാനായി വാങ്ങിവച്ചിരുന്ന വിഷം കുടിച്ച് സായിപ്പ് തൽക്ഷണം ആത്മഹത്യ ചെയ്യുകയായിരുന്നു.